നമസ്കാരം. കഴിഞ്ഞ തവണ കഥയിൽ നമ്മൾ അറിഞ്ഞു വിദ്യാസാഗരൻ എങ്ങനെയാണ് എല്ലാ വിദ്യകളും പഠിച്ചെടുത്തത്. അതിനുശേഷം എങ്ങനെയാണ് 4 ജാതിയിലും പെട്ട എല്ലാവരും ഒരു 4 സ്ത്രീകളുമായി കല്യാണം കഴിക്കാൻ ഇടവന്നത്. ഇനി ഇന്നത്തെ കഥയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആ 4 സ്ത്രീകളിലായി ബ്രാഹ്മണ സ്ത്രീയിൽ വരരുചിയും, രാജാവിന്റെ മകളിൽ വിക്രമാദിത്യനും, പിന്നെ ഭട്ടിയും, അതിനുശേഷം ഏറ്റവും താഴെ ശൂദ്രസ്ത്രീയിലുണ്ടായ ഭർതൃഹരിയുമാണ്. അദ്ദേഹത്തിന് 4 ആൺമക്കൾ പിറന്നു. ഈ സമയം ഈ രാജാവ് ഉണ്ടല്ലോ, രാജാവിന് വേറെ മകൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണം വിദ്യാസാഗരനെ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് എല്ലാ ശാസ്ത്രങ്ങളിലും നല്ല അറിവുണ്ട്, പാണ്ഡിത്യമുണ്ട്. വിദ്യാസാഗരൻ രാജാവിന്റെ ആ ഒരു ഇഷ്ടപ്രകാരം തന്നെ നന്നായി തന്നെ രാജ്യം ഭരിക്കാൻ തുടങ്ങി. രാജ്യത്തിൽ എല്ലാവർക്കും സുഖവും സന്തോഷവും എല്ലാം ഉറപ്പുവരുത്താൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. വിദ്യാസാഗരനെ അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്നു. ആ സമയത്ത് അദ്ദേഹം തന്റെ 4 മക്കളെയും വിളിപ്പിച്ചു അരികിലേക്ക്. തന്നെ കാണാനെത്തിയ മക്കളിൽ 4ാമത്തെ ഭർതൃഹരിയെ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഇത് കണ്ട ബാക്കി 3 പേരും, വരരുചിയും വിക്രമാദിത്യനും ഭട്ടിയും, അച്ഛന് തങ്ങളെക്കാൾ അധികം ഭർതൃഹരിയോടാണ് ഇഷ്ടമെന്ന് കരുതാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഭർതൃഹരി ഉടൻ പറഞ്ഞു, അച്ഛ, എനിക്കുണ്ടാകാൻ പോകുന്ന മകൻ താങ്കളുടെ സ്വർഗയാത്രയ്ക്ക് വിഘ്നം വരുത്തുമെന്നും നരകത്തിലേക്ക് പോകാൻ കാരണമെന്നും വിചാരിച്ചല്ലേ ഈ കരയുന്നത്. അതിനെ അങ്ങനെ ആലോചിക്കേണ്ട. ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചാൽ തന്നെയും പുത്രൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇത് പറഞ്ഞു കേട്ടതോടെ ബാക്കി 3 പേർക്കും, ബാക്കി 3 ആൺമക്കൾക്കും, അയ്യോ, ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ ഞങ്ങൾ സംശയിച്ചത് എന്നൊരു മനഃപശ്ചാത്താപം തുടങ്ങി. ഉടൻ എല്ലാവരും നിശ്ചയിച്ചു, അച്ഛന് ശേഷം ഭർതൃഹരിയാണ് രാജാവാകുക. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ ഭർതൃഹരി രാജാവായി നന്നായി തന്നെ രാജ്യം ഭരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ബ്രാഹ്മണൻ, ആ സമയത്ത് ഒരു കാര്യം പ്രത്യേകം പറയാം, ആർക്കും സ്വർഗത്തിലേക്ക് പോകാനും വരാനും എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞ ബ്രാഹ്മണനും ഇങ്ങനെ സ്വർഗത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വിശേഷപ്പെട്ട മാമ്പഴം കൊണ്ടുവന്നു. ആ വിശേഷപ്പെട്ട മാമ്പഴത്തിന്റെ പ്രത്യേകത, അത് കഴിച്ചാൽ ഒരിക്കലും വയസ്സാവില്ല. ഇന്ന് നമ്മൾ പറയില്ലേ ആന്റി ഏജിങ്, അത് അന്നും ഉണ്ടായിരുന്നു, എന്നും യുവത്വത്തോടെ നിലനിൽക്കും. ആ ബ്രാഹ്മണൻ ഭർതൃഹരിയുടെ ആ ഒരു രാജ്യ സ്നേഹം കണ്ട്, രാജ്യത്തോടും ജനങ്ങളോടുള്ള സ്നേഹം കണ്ട്, എന്റെ രാജാവ് എന്നും യുവത്വത്തോടെ നിലനിൽക്കാൻ വേണ്ടി ആ മാമ്പഴം ഭർതൃഹരിക്ക് സമ്മാനിച്ചു. ഭർതൃഹരിയോ തന്റെ ഏറ്റവും ഇളയ രാജ്ഞിക്ക് അതേ മാമ്പഴം കൊടുത്തു. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. എന്താ? രാജ്ഞിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. അത് അന്നും ഉണ്ട് കേട്ടോ, ഇന്ന് മാത്രമല്ല. രാജ്ഞിയുടെ അഫയർ ആരാണ്? കുതിരക്കാരനായിരുന്നു, രാജാവിന്റെ കുതിരക്കാരൻ. രാജ്ഞി ഈ മാമ്പഴം ആ കുതിരക്കാരന് കൊടുത്തു. വീണ്ടും ട്വിസ്റ്റ്, കുതിരക്കാരന് അവിടെ ദാസിയോടാണ് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പൊ കുതിരക്കാരൻ ആ മാമ്പഴം ദാസിക്ക് കൊടുത്തു. കുതിരാലയം വൃത്തിയാക്കി വെടുപ്പാക്കി ആ ചാണകം കൊണ്ടുപോകുന്ന കൊട്ടയുടെ മുകളില് ഈ മാമ്പഴം, ഇത്രയും വിശേഷപ്പെട്ട മാമ്പഴം ഈ ദാസി വെച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് ഭർതൃഹരി കണ്ടു. താൻ ഇളയ രാജ്ഞിക്ക് കൊടുത്തത് ഇപ്പൊ ആരുടെ കയ്യിലിരിക്കുന്നത്? ദാസിയുടെ കയ്യില്. ഉടൻ രാജാവ് ദാസിയെ വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. കാര്യങ്ങളെല്ലാം ചുരുളഴിഞ്ഞു. ദാസിയിൽ നിന്ന് കുതിരക്കാരൻ, കുതിരക്കാരിൽ നിന്ന് രാജ്ഞി. ഇത് കണ്ടതോടെ ഭർതൃഹരിക്ക് എല്ലാത്തിനോടും വിരക്തിയായി. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അച്ഛന് വേണ്ടി മകൻ ഉണ്ടാവാതിരിക്കാൻ ഞാനിങ്ങനെ ചെയ്തു, പക്ഷെ എന്നിട്ടും എൻ്റെ പിന്നിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതോടെ ഇനി എനിക്ക് രാജ്യത്തിലോ വിഷയാസക്തമായ ഈ കുടുംബ കാര്യങ്ങളിലോ വേണ്ട. എല്ലാ രാജ്ഞിമാരെയും അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാനും ആരോടും ആരുടെ കൂടെ വേണമെങ്കിലും പോകാനും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാൻ നിൽക്കാതെ ഭർതൃഹരി രാജ്യഭാരം ഒഴിഞ്ഞു. ഇതേ സമയം വരരുചി സർവസംഘ പരിത്യാഗിയായി കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സ്ഥാനത്താണ്, ഈ സമയത്താണ് നമ്മുടെ കഥാനായകനായ വിക്രമാദിത്യനും ഭട്ടിയും
ഇനി തുടങ്ങാൻ പോകുന്നത് രാജ്യഭാരം വിക്രമാദിത്യനും അദ്ദേഹത്തിനോടൊപ്പം മന്ത്രി പുങ്കവനായി ഭട്ടിയും. ഇനിയുള്ള കഥകൾ ആണ് നമ്മൾ ഇനി അടുത്ത തവണയായി കേൾക്കാം. അതുവരയ്ക്കും നന്ദി.